NDAക്ക് മുൻതൂക്കം ലഭിച്ച പാലക്കാട് നഗരസഭയിലും ഇന്ന് സത്യപ്രതിജ്ഞ നടക്കും. BJP ആദ്യമായി അധികാരത്തിലെത്തിയ അകത്തേത്തറ പഞ്ചായത്തിൽ 10ഉം അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്തിൽ 8ഉം നിയുക്ത മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, പറയൂ. പാലക്കാട് ജില്ലയിലും ഇന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ രാവിലെ 10 മണി മുതൽ തന്നെ ആരംഭിക്കും. പാലക്കാട് നഗരസഭയിൽ 25 NDA സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ NDA നിയുക്ത കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നഗരസഭയിൽ മൂന്നാമതും BJP അധികാരത്തിലേറാൻ പോവുകയാണ്. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. 25 സീറ്റുകളിലാണ് BJP വിജയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ 18ഉം അതുപോലെ തന്നെ LDFൻ്റെ 9ഉം നിയുക്ത കൗൺസിലർമാരും പാലക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഏതായാലും പാലക്കാട് നഗരസഭയിൽ ഇന്ത്യ മുന്നണി ഒന്നിച്ച് BJPയെ പുറത്താക്കാൻ വേണ്ടി പല നീക്കങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ ഇപ്പോൾ കൃത്യമായി അവർക്കതിൻ്റെ ഒരു ഒത്തൊരുമയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ വിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചടിയാവുമെന്നുള്ള ഭയം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP തന്നെ അധികാരത്തിൽ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും 25 കൗൺസിലർമാർ BJPക്ക് ഉണ്ട്. ആ നിയുക്ത കൗൺസിലർമാർ ദൈവനാമത്തിലായിരിക്കും രാവിലെ 10 മണിയോടുകൂടെ ഈ നഗരസഭയിലെ കൗൺസിൽ ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും BJP വലിയ നേട്ടം കൈവരിച്ച് ചരിത്രത്തിലാദ്യമായി 2 പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒന്ന് പാലക്കാട് നഗരസഭയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന അകത്തേത്തറ പഞ്ചായത്താണ്. അകത്തേത്തറ പഞ്ചായത്തിൽ 10 പേരാണ് വിജയിച്ചിട്ടുള്ളത്. ആ 10 നിയുക്ത മെമ്പർമാരും രാവിലെ 10 മണിയോടുകൂടെ അകത്തേത്തറ പഞ്ചായത്തിൽ അവരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. അട്ടപ്പാടി പുത്തൂർ പഞ്ചായത്തിൽ നോക്കുമ്പോൾ അവിടെ 8 പേരാണ് വിജയിച്ചിട്ടുള്ളത് NDAയുടെ. അവിടെയും NDA അധികാരത്തിൽ എത്തുന്നുണ്ട്. ആ പഞ്ചായത്തിലും രാവിലെ 10 മണിയോടുകൂടെ തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉള്ളത്. ഒപ്പം തന്നെ ജില്ലയിലെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ NDA പ്രധാന പ്രതിപക്ഷമാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകൾ. ഇവിടെ രണ്ടിടത്തും 12 സീറ്റുകളിൽ വീതം NDAക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 12 കൗൺസിലർമാരും നിയുക്ത കൗൺസിലർമാരും അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അവിടെയും 10 മണിക്ക് തന്നെയാണ്. ഒപ്പം മറ്റ് നിരവധി പഞ്ചായത്തുകളിൽ ബലാബലം ഉള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോട്ടായി, അതുപോലെ തന്നെ വടക്കഞ്ചേരി തുടങ്ങി നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFും UDFും NDAയും ഒക്കെ തുല്യ പങ്കാളിത്തത്തിലുള്ള ഭാഗങ്ങളുണ്ട്, പറളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആരാണ് അധികാരത്തിലെത്തുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ടോസിലൂടെയും മറ്റുമൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ആരധികാരത്തിലെത്തുമെന്നുള്ളത് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ. പലയിടത്തും NDA വലിയ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്ന ശക്തിയായിട്ട് NDA നിലകൊള്ളുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പറളിയിലേക്ക് നോക്കുമ്പോൾ പറളിയിൽ NDAയ്ക്കും LDFനും ഒരേ സീറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം തുണച്ചാൽ 2 പഞ്ചായത്തുകൾക്ക് പുറമെ പറളി പഞ്ചായത്തിൽ കൂടെ BJP അധികാരത്തിലേറുന്ന സാഹചര്യം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും 10 മണിയോടുകൂടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുക. ഏകദേശം ഒരു 9 മണിക്ക് ശേഷം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ നിയുക്ത മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ എത്തിച്ചേരും. എല്ലാവരും NDAയുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഇന്ന് ദൈവനാമത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാനാവുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി